സുദീപിന്റെ കല്യാണത്തിന് പന്തലിടാൻ വരുന്നവരെ തടയുന്ന സദാശിവൻ പിള്ള. ഇത് കണ്ടുവരുന്ന രവി. ജയസുധയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ശ്രുതിയുടെ ഒപ്പം പോകാൻ ഒരുങ്ങുന്ന സദാശിവൻ പിള്ള. സുദീപ് അയാളെ ഒരു മുറിയിലിട്ട് പൂട്ടുന്നു. വിഷമവൃത്തത്തിലാവുന്ന സദാശിവൻ പിള്ള. വേദനയോടെ കാറിൽ യാത്ര ചെയ്യുന്ന ശ്രുതി. സദാശിവൻ പിള്ളയ്ക്ക് വെള്ളം കൊടുക്കുന്ന സൗദാമിനിയോട് ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ജയസുധയുടെ വീട്ടിലേക്ക് വരുന്ന ശ്രുതിയും രവിയും സബിതയും. അവരുടെ വരവിൽ എന്തോ പന്തികേരുണ്ടെന്ന് പറയുന്ന ജലജ. വന്ന കാര്യം അവരോട് പറയാൻ ആവശ്യപ്പെടുന്ന രവി. ഇനി തുടർന്ന് കാണുക. ശ്രുതി, ഇവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ വന്നത്? എന്താന്ന് വെച്ചാ പറ. ഞാൻ കാരണം ഒത്തിരി ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കല്യാണം വരെ മുടങ്ങുന്ന തരത്തിൽ അത് വളർന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പോയത് എന്റെ മിസ്റ്റേക്ക്. അത് തിരുത്താനാ ഞാൻ വന്നിരിക്കുന്നത്. ഓ, ഇനിയിപ്പോ എന്ത് തിരുത്താനാ? ഞാൻ 4.5 മാസം ഗർഭിണിയാ. 4-5 മാസം കഴിഞ്ഞാ ഞാനൊരമ്മയാവും. എന്റെ കുഞ്ഞിന്റെ അമ്മ. പക്ഷെ പേര് മാത്രമേ എനിക്കുള്ളൂ. വെറും അമ്മ എന്നൊരു പേര്. എന്റെ പൊന്നോമന കുഞ്ഞിന്റെ അവകാശം ഞാൻ തീരെ എഴുതി കൊടുത്തു വേറൊരാൾക്ക്. ശ്രുതി, നീ എന്തൊക്കെ പറയുന്നേ? ശ്രുതി, നിനക്ക് എന്തു പറ്റി? ശ്രുതി, എന്താ പറ്റിയെന്ന്? രവി സാറും സബിതേച്ചിയും എന്നോട് ക്ഷമിക്കണം. ഈ സത്യം പറയാതെ യാതൊരു നിവൃത്തിയുമില്ല. ഇപ്പോഴത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കതിന് കഴിയില്ല. ശ്രുതി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവളെന്താ ഇങ്ങനെ വാലും തുമ്പില്ലാതെ സംസാരിക്കുന്നേ? നിന്റെ കുഞ്ഞിനെ ആർക്ക് കൊടുക്കുന്ന കാര്യ പറയുന്നത്? 10 മാസം. ശ്രുതി, ശ്രുതി, വാ, ഞാൻ പറയട്ടെ. ശ്രുതി ചേച്ചി, ഞാൻ പറയട്ടെ. ശ്രുതി, എല്ലാവരും കേക്കട്ടെ. മാസം എന്നെ വയറ്റിലിട്ട് ആറ്റുനോറ്റ് ഞാൻ വളർത്തുന്ന നൊന്ന് പ്രസവിച്ച എന്റെ കുഞ്ഞിനെ ഈ സബിതേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ച പിന്നെ ഞാൻ പൊക്കോളാം. പിന്നെ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിൽക്കില്ല. ശ്രുതി, നീ എന്തൊക്കെയാ വിളിച്ചു കൂവുന്നേ? ഞാൻ അല്ലാതെ പിന്നെ എന്താ പറയണ്ടേ രവി സർ? പറ. നിങ്ങൾക്കല്ലേ എന്റെ കുഞ്ഞിന് വേണ്ടത്? അതല്ലേ നമ്മൾ തമ്മിലുള്ള കരാർ? കരാറോ? അപ്പോ നിന്റെ ഭർത്താവോ? ഒരു കുഞ്ഞുണ്ടാവാൻ ഒരാണിന്റെ ഒരു നേരത്തെ ചൂട് പോരെ ജലജേച്ചി? പറ്റിപ്പോയി. ചൂണ്ടിക്കാണിക്കാൻ എന്റെ കുഞ്ഞിനൊരച്ഛനില്ല. ഇനിയല്ലേ ഇവര് പറയും
ഇവര് പറയുമല്ല. രവി, ഇങ്ങ് വന്നേ. എന്താ കാര്യം എന്ന് കേക്കട്ടെ. ലോകത്തെങ്ങും കേൾക്കാത്ത കാര്യമാണല്ലോ ഇത്. പറഞ്ഞിട്ട് പോയത്. വന്നേ, എല്ലാവരും വന്നേ. ഒരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെയുള്ള വഴികളൊക്കെയാണോ നോക്കേണ്ടത്? ഈ കുഞ്ഞു ഇവിടെ നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ ആവുള്ളൂ. ദത്തെടുക്കാനൊക്കെ ഈ നാട്ടിൽ നിയമങ്ങളില്ലേ രവി? ഇതൊക്കെ അറിയാത്തവരാണോ നിങ്ങള്? ഇതിനൊക്കെ നിയമവശങ്ങളില്ലേ? എല്ലാം അറിയാം ഭാനുവേട്ടാ. പക്ഷേ ഡോക്ടർ ദർശന ഇങ്ങനെ ഒരു വഴി ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തന്നപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല. അത് തെറ്റായി പോയി എന്ന് ഇപ്പൊ തോന്നുന്നു. ഇവളൊക്കെ ഏത് തരക്കാരിയാണെന്ന് ആർക്കറിയാം? വയറ്റിലുള്ള കുഞ്ഞു വല്ല കൊള്ളക്കാരന്റെയോ തെരുവിലെ ഗുണ്ടയുടെയോ ഏത് വർഗത്തിൽപ്പെട്ടവന്റെ ഒക്കെയാണെന്ന് ആർക്കറിയാവുന്നേ? ഇതൊന്നും നോക്കാതെ വേറെ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. വലിയ കോളേജ് പ്രൊഫസറാ, സാഹിത്യകാരനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പെങ്കൊച്ച് ആ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറേണ്ടതല്ലേ? അതെന്താ നിങ്ങൾ ആലോചിക്കാത്തെ? ഹാ, ദാ വന്നല്ലോ. ഈ പെമ്പിള്ളരായ എങ്ങനെയുണ്ടോ ലോകത്ത്? ഓ, കണ്ട എന്തൊരു തറവാടിത്വ. പക്ഷേ കയ്യിലിരിപ്പിത. തന്തേന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരുത്തനുണ്ടോടി? എങ്ങനെ ഉണ്ടാവാനാ? നിനക്ക് ചോദിക്കാനും പറയാനും തള്ളേം തന്തയൊന്നുമില്ലേ? ഇങ്ങനെ കഴിച്ചു വിട്ടിരിക്കുകയാണോ? എനിക്കാരുമില്ല, ഞാൻ അനാഥയാ. കേട്ടല്ലോ, തന്തയും തള്ളിയൊന്നും ഇല്ല. ചോദിക്കാനും പറയാനും ആരുമില്ല. നീ ചുമ്മാതല്ല ഇങ്ങനെ തലതെറിച്ച് നടക്കുന്നത്. ഈ കൊച്ചിനെ പെറ്റിട്ടിട്ട് ആർക്കു കൊടുക്കാനാ നീ നടന്നത്? ഇങ്ങോട്ട് നോക്കടി. അല്ല, വല്ല കുടുംബത്ത് പറഞ്ഞവന്റെ കൊച്ചാണോ നിന്റെ വയറ്റിൽ കിടക്കുന്നത്? അല്ല, എന്റെ കുടുംബത്ത് വളരേണ്ടതല്ലേ? തൊട്ടിക്ക് ജനിച്ചതാണെങ്കി ആ തൊട്ടിത്തരവല്ലേ കാണിക്കൂ. അതിനെപ്പറ്റി ജലചേച്ചി പേടിക്കണ്ട, നല്ല തറവാട്ടി പറഞ്ഞവൻ തന്നെയാ. തറവാട്ടി പറഞ്ഞ വിത്ത്. ഈ തറവാട്ടി പറഞ്ഞവന്മാര് കാണിക്കുന്ന പണിയാണോ പെമ്പിള്ളേരുടെ വയറ് വീർപ്പിച്ച് തെരുവിലിറക്കി വിടുന്നത്? എന്താ ജലജയെ പറയുന്നത്? ഒരു പെങ്കൊച്ചിനോട് സംസാരിക്കുന്നതിന് ഒരു മര്യാദയില്ലേ? അതിന് ഞാൻ പെൺകുട്ടികളെ കുറ്റം പറയൂ. വെളുത്ത തൊലി വെച്ച് നടന്നാ പോരാ. എന്തിനാ അവന്മാർ അടുത്തു കൂടുന്നതെന്ന് മനസ്സിലാക്കണം. കഴുത്തി താലി വീഴുന്നവരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ? അതല്ലെങ്കിൽ കൂടെ കിടക്കുമ്പോ ആലോചിക്കണ്ടേ 10 മാസം തികയുന്ന്? അതെങ്ങനെയാ? ചെലവളുമാർ അങ്ങോട്ട് ചെല്ലല്ലേ? അനുഭവിച്ചോ? ജലജെ, അവളെല്ലാം തുറന്നു പറഞ്ഞില്ലേ? നടക്കാനുള്ളതെല്ലാം നടന്നില്ലേ? ഇനി ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം എടുക്കാൻ? എന്ത് തീരുമാനം അടി? ഇവളെടുത്തല്ലോ തീരുമാനം. ഇനി എന്തോന്ന് തീരുമാനിക്കാനാ? തീരുമാനിച്ചോ? എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചോ? ഞാനില്ല. രവി, ഇയാളിങ് വന്നേ.
എന്തായാലും കാര്യങ്ങൾ ഇതുവരെ എത്തി. പറയാനുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തു. അത് നമുക്ക് ഇത്രയും പേർക്കും അറിയാം. ഇനി ഇയാളുടെ തീരുമാനം എന്താ, അത് പറയൂ. രവിസാറും സബേച്ചിയും പറയുന്ന പോലെ ഞാൻ ഹോസ്പിറ്റലിനടുത്തുള്ള ഫ്ലാറ്റിൽ താമസിച്ച് കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്തിട്ട് പൊക്കോളാം. ഇനി കുഞ്ഞിനെ വേണ്ടെന്നാണ് തീരുമാനമെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മതി. ഞാനൊരു ബാധ്യതയാവില്ല. പക്ഷേ തീരുമാനം ഇപ്പൊ പറയണം. ഇനി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ രവി? അത് തീരുമാനിക്കേണ്ടത് ഭാനുവേട്ടനും ജലജേച്ചിയും ജയസുധയാണ്. രവി, നമുക്ക് കുറച്ചൊക്കെ മനസാക്ഷി വേണ്ടേ? ഇനി ഏറിയാൽ ഇത്ര നാളല്ലേ ഉള്ളൂ. അതൊരു ജീവനല്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യമായി സർവീസിൽ കയറിയ കാലത്ത് ആലക്കോട് സ്റ്റേ ബസ്സിൽ കയറി കിടന്നുറങ്ങുക. വെളുപ്പാങ്കാലമായപ്പോ ഒരു ചോര കുഞ്ഞിന്റെ കരച്ചിൽ. അതിനെ ഞാനെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ആ നന്മകളൊക്കെയാ വളയം പിടിക്കുമ്പോ എപ്പോഴും കൂടെ ഉള്ളത്. ഇത് നിങ്ങളെ തേടി വന്ന സൗഭാഗ്യമാണ്. നാളെ ഇത് കിട്ടണമെന്നില്ല, അല്ലേ മോളെ? അതുകൊണ്ട് അവൾ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ. കൊച്ചേട്ടൻ്റെയും ഇച്ചയുടെയൊക്കെ മുമ്പില് ഇവൾക്കൊരേടത്തിയായി, ശ്രുതിയായി അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. ബാക്കിയൊക്കെ നമ്മൾ ഇത്രയും പേര് മനസ്സിൽ വെച്ചാൽ മതി, വേറെ ആരും അറിയണ്ട. വേണ്ട, ഞാൻ പൊക്കോളാം. എന്തിനാ ഇനിയും ഞാൻ മൂലം പ്രശ്നങ്ങൾ? കല്യാണത്തിന് ഇനിയും ഞാനൊരു പ്രശ്നമാവും. ഇല്ലെങ്കിൽ രവിസാറും സബിതേച്ചിയും പറയട്ടെ. ശ്രുതി, നീ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് ഇപ്പോ അച്ഛനും ആവശ്യമാണ്, അല്ലേ സബി? ശരിയാ ശ്രുതി, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു തീർന്നതല്ലേ. നീ അവിടെ നിൽക്കണം, ഞങ്ങളുടെ കൂടെ. നമ്മുടെ അച്ഛനു വേണ്ടിയെങ്കിലും നീ അവിടെ നിൽക്കണം. അത് മതി മോളെ, നീ അവിടെ നിൽക്കണം. നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ മനസമാധാനത്തോടെ നീ അവിടെ നിൽക്ക്. ലോകത്തിൽ ഒരു പെണ്ണും ഇങ്ങനെ തുറന്നു പറയില്ല. നിന്നിലൊരു ശരിയുണ്ട് മോളെ, നന്മയുണ്ട്. ഈ നന്മ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം. നിങ്ങൾക്ക് നന്മയെ വരൂ രവി. അകത്തുണ്ട്. ഞാൻ കതക് തുറന്നു കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തായിരുന്നു. അമ്മേ, ഞാൻ അച്ഛനൊന്ന് കണ്ടോട്ടെ? വേണ്ട ശ്രുതി, അച്ഛൻ കിടക്കണേ കിടന്നോട്ടെ, ഉപദ്രവിക്കണ്ട. അച്ഛൻ വല്ലതും കഴിച്ചോ അമ്മേ? ഏയ്, ഒന്നും കഴിച്ചില്ല. നിങ്ങൾ പോയ പിന്നെ എന്തായിരുന്നു പൊടിമോന്റെ അടുത്ത് ബഹളം? ആണോ? ഒന്നും പറയണ്ട എന്റെ സബി. അല്ല, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലമ്മേ, കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഡോക്ടർ ഇപ്പൊ വരുമെന്നല്ലേ രവിയേട്ടൻ പറഞ്ഞത്? ഉച്ച കഴിഞ്ഞിട്ട് വരുമെന്നാ രവി അതെ, പറഞ്ഞത്. ഡോക്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കാരണമുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ സോൾവ് ആയില്ലേ? അച്ഛനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഉള്ള സമയം കൊണ്ട് പിള്ളച്ചാച്ചന്റെ പിള്ളക്കുട്ടിയായല്ലേ? മിടുക്കിയാ ശ്രുതി. വാ. അല്ല സബി, നിനക്കിന്ന് പോണോ? വേണ്ടമ്മേ, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ദർശന ഡോക്ടറുടെ ഹോസ്പിറ്റലല്ലേ ഡെലിവറി ചെയ്യുന്നേ? ഡോക്ടർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അകന്നൊരു ബന്ധത്തിൽ വരും. ഇപ്പൊ ഡോക്ടർ സൂസനെ നോക്കുന്നേ. സൂസനോ? അവരെ എനിക്കറിയില്ല.
എന്തായാലും ഭർത്താവില്ലാതെ ഉണ്ടായ പ്രഗ്നൻസിയാണെന്ന് ഈ പുതിയ ഡോക്ടർക്ക് അറിയാമോ? അറിയാം. ആ ഹോസ്പിറ്റലിന്റെ അടുത്താണോ രവിയേട്ടനൊക്കെ കൊണ്ട് താമസിപ്പിക്കാന്ന് പറഞ്ഞില്ലേ ഒരു ഫ്ലാറ്റ്? അങ്ങനെയാ പറഞ്ഞു. അതായിരുന്നു നല്ലത്. പിന്നെ അവിടെ പോയി നിന്നാ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ആയമാരൊക്കെ വെക്കണെങ്കിലേ എന്തോരം പൈസ വേണം. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? ഞാൻ സുധീപേട്ടനൊന്ന് നോക്കിയിട്ട് വരാം. സുധീപേട്ടാ, 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 എവിടെ? തുറക്ക്. ഹോ, എന്റെ പൊന്നു സുധീപേട്ട, ഒന്ന് ഫോണെങ്കിലും ചെയ്യായിരുന്നില്ലേ? വാട്സാപ്പിലും കാണുന്നില്ല. എന്തു പറ്റി? ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് പ്രോജക്ട്സ് വർക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. കല്യാണത്തിന് സാരി എടുക്കുന്ന കാര്യമൊക്കെ അച്ഛനമ്മയും പറയുന്നുണ്ടായിരുന്നു. വിളിച്ചിരുന്നോ? പിന്നെ സുധീപേട്ടാ, സാർ, ആ ഡോ, താൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ കാതിലുണ്ട്. അതില് എന്നെ പരിചയപ്പെടാൻ പോലും പാടില്ലെന്ന് താൻ പറഞ്ഞപ്പോ എന്റെ തെറ്റെനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിടോ. അതിന് ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി വെച്ചിട്ടാണോടോ എന്നോട് പ്രതികാരം ചെയ്യണേ? സാർ, അങ്ങനെയൊന്നുമില്ല. താനില്ലാതെ ഓഫീസ് പ്രവർത്തിക്കില്ലെന്ന് ചോദിച്ചാൽ അത് പ്രവർത്തിക്കും. ഇന്ന് വരെ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം താൻ വന്നത് മുതൽ നമ്മുടെ ഓഫീസ് ഒരു താളത്തിലാണ്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണുണ്ട്. സാർ, അതിനിയും അങ്ങനെ തന്നെ നടക്കും. താൻ വെറും ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി വെച്ചിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഞാൻ ആരോടോ മറ്റുള്ളവരുടെ മുമ്പിൽ? അത് മാത്രം പോരെ അരുൺ തോമസിനെ എന്നെ എല്ലാവരുടെ തേജോധം ചെയ്യാൻ? അതും മാത്രല്ല, എല്ലാവരും തന്നെ അന്വേഷിക്കലടോ. അപ്പം ഞാൻ എന്തുട്ടാ പറയാ? റെസിഗ്നേഷൻ സാറിന് ഔദ്യോഗികമായി നൽകിയെന്ന് മാത്രം. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നങ്ങ് പറഞ്ഞാൽ മതി. എല്ലാരും വിശ്വസിച്ചോളും. ആൾക്കാരതെല്ലാം വിശ്വസിച്ചിരിക്കും. നാം നമ്മുടെ അമ്മച്ചിയോ? സാർ, എനിക്ക് ഒന്നും കേൾക്കണ്ട. ഈവൻ അമ്മച്ചിയുടെ കാര്യം പോലും. സോറി. പൊടിമോൻ ഈ വീട്ടിലെ ഗൃഹനാഥനാണെന്നാ പിള്ളെ ചാച്ചനും രവിയേട്ടനും സബിയേച്ചിയും അമ്മയൊക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഗൃഹനാഥൻ അറിയാതെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യം എല്ലാരോടും തുറന്നു പറയണമെന്നൊന്നുമില്ലല്ലോ, അല്ലേ? നീ എന്താന്ന് വെച്ച കാര്യം പറ ജയസുധ. സബിതേച്ചി ചേച്ചിയാണ്, അമ്മയ്ക്ക് പകരം വന്നയാളാണ്, എന്തൊക്കെയാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് പിറക്കാൻ പോകുന്ന കാര്യം ഈ വീട്ടിലെ ആരെങ്കിലും സുധീപേട്ടനോട് പറഞ്ഞോ? കുഞ്ഞിക്കാല് പിറക്കാനോ? അങ്ങനെ ഒരു കാര്യം പറയേണ്ട സമയത്ത് പറയൂല്ലോ അവര്. ഇത് തന്നെയാ സുധീപേട്ടന്റെ കുഴപ്പം. സബിയേച്ചിക്കും രവിയേട്ടനും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണോ വഴിന്നൊരുത്തിയെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിർത്തി പ്രസവിപ്പിച്ച് ആ കുഞ്ഞിനെ വളർത്താൻ അവര് തീരുമാനിച്ചത്? നീ എന്താ പറഞ്ഞു വരുന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറ. രവിച്ചേട്ടനും സബിതേടത്തും വീട്ടിൽ വന്ന് എന്താ പറഞ്ഞത്? സബിയേച്ചി രവിയേട്ടനും ഒന്നും പറയില്ലല്ലോ. അവര് ഭയങ്കര മിടുക്കരല്ലേ, ഒന്നും മിണ്ടില്ല. അല്ലെങ്കിൽ ഏതോ ഒരു ശ്രുതി സുരഭിയുടെ അനിയത്തിയായി ജയകൃഷ്ണന്റെ ഭാര്യയായി മിടുക്കിയായി ഈ വീട്ടിലിങ്ങനെ ഒന്ന് നിക്കോ? അവിടെ എന്താ സംഭവിച്ചത്? നീ ഒന്ന് വ്യക്തമായിട്ട് പറ. ഇനി ഒന്നും വ്യക്തമാക്കാനില്ല. സുധിപേട്ടൻ കേട്ടോ, അപ്പുറത്തെ മുറിയില് ചേട്ടനും ചേച്ചിയും കൂടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഗർഭിണി കൊച്ച്. അവള് പ്രസവിക്കാൻ പോകുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ?
അറിയാമോ? സുധീപേട്ടൻ അറിയാമോ? ജയസുധ, നീ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത്? അവളില്ലേ, ആ ശ്രുതി, അവള് മഹാ തരികടിയാ. അവള് വീട്ടിൽ വന്നേ കുറെ കഥകളുടെ കെട്ടം കഴിച്ചു. പാവ സുധീപേട്ടൊക്കെ കരുതിയതേ അവൾ ആരാണെന്നാ. പറ, അവൾ ആരാണെന്നാ കരുതിയേ? ഏതോ ഒരു സുരഭിയുടെ അനിയെത്തിയ ഒരു ശ്രുതി. അവളുടെ കെട്ടിയോൻ ഏതോ ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യണ ഒരു ജയകൃഷ്ണൻ. ഇവിടെ വന്നിരിക്കുന്നത് അടുത്തെവിടെയോ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വീട് വെച്ച് ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് താമസിക്കാൻ. എന്നിട്ട് നേരം പോക്കിനു വേണ്ടി ഡ്രീം ഹൗസ് എന്നൊരു കമ്പനിയിൽ വെറുതെ ഒരു ജോലി. ഇതൊക്കെയല്ലേ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്? എന്നാ കേട്ടോ, ഇപ്പൊ അവള് തന്നെ പറയുന്നു ഇതൊന്നുമല്ല ശരിയെന്ന്. അവൾക്കേ തന്തയുമില്ല, തള്ളയുമില്ല, കൂടപ്പിറപ്പുമില്ല, കൂട്ടുകാരുമില്ല, ആരുമില്ല. ഉണ്ടായിരുന്ന ഏതോ ഒരുത്തനെ വയറ്റിൽ ഉണ്ടാക്കിയിട്ട് അങ്ങ് നാട് വിട്ടു പോയെന്ന്. പിന്നെ സുധീപേട്ടാ, അത് മാത്രമല്ല, അവൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു.